പറഞ്ഞോടുക്ക് ഗെറ്റ് റെഡി വിത്ത് ഉമ്മാന്റെ കൂടെ പണിക്ക് വരൽ അല്ലേ? ഹായ് ഡിയേഴ്സ്. അപ്പം ഞാനിന്ന് മോളെയും കൂട്ടിയിട്ടാട്ടോ ജോലിക്ക് പോകുന്നത്. വീട്ടിൽ ആളില്ല, അപ്പം മോളെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ അവളെയും കൂട്ടിയായിരുന്നു ജോലിക്ക് പോകുന്നത്. ഇടയ്ക്കൊക്കെ അങ്ങനെയല്ലേ, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് മക്കളെയും കൂടെ കൂട്ടേണ്ടി വരും എവിടെയാണെങ്കിലും. അപ്പം അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇവിടെ അടുത്തൊരു ഷോപ്പിൽ തന്നെ കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ എത്തിയിട്ട് പിന്നെ കുറച്ചു നേരം ഈ കിളികളൊക്കെ ഇങ്ങനെ നോക്കിക്കും. നമ്മുടെ ഷോപ്പിൽ പുതിയ 2 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇവന്മാരാണ് നമ്മളെ ഷോപ്പിൽ പുതിയതായിട്ട് വന്നത്, ചിപ്പിയും മിട്ടും. രണ്ടുപേരും കാണാൻ ഒരേപോലെ ഉണ്ട് അല്ലേ? ഇവര് ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഈ കുഞ്ഞന്മാരാട്ടോ. ഇത് ലോറികിറ്റിന്റെ ചിക്കാണ്. പിന്നെ ഇത് സൺകുനൂറിന്റെ ചിക്സ്. ഇനി അടുത്ത് നമുക്ക് നമ്മളെ പണികളിലേക്ക് കിടക്കാം. കുറച്ച് പണികളൊക്കെ ഉണ്ട്. രാവിലെ വന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതൊക്കെയാണ് നമ്മളെ പരിപാടി. അവിടെ എല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ട് അവിടെ എന്തൊക്കെയോ ഒതുക്കാനുള്ളത് അതൊക്കെ ഒതുക്കി, കാർബോർഡൊക്കെ മടക്കാണ്ടായിരുന്നു, ഇതൊക്കെ മടക്കി വെച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. മോളെ നോക്കുമ്പോൾ മോള് നല്ല കളിയാ. അവിടെ മറ്റേ വൈറ്റ് സാൻഡ് ഉണ്ടായിരുന്നു, അതിൽ നല്ല കളിയാ. അത് കഴിഞ്ഞ് അവിടെ കവറൊക്കെ മാറ്റാണ്ടായിരുന്നു, ഇതൊക്കെ മാറ്റി വെച്ച് ഷോപ്പൊന്ന് തുടച്ചിടണം. അതിനുള്ള പരിപാടികളില്ല. കാര്യമായിട്ട് പണിയൊന്നുമില്ല കേട്ടോ, അതും ഇതൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കസ്റ്റമർ വന്നു സൺഫ്ലവർ സീഡിന്. അപ്പം അതെടുത്ത് കൊടുത്തു. അവരോട് 2 വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ. അതിൻ്റെ ഇടയിൽ കൂടെ മോളങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. ഒരു ദിവസം മോളെ അവിടെ നിർത്തിയേ പറ്റൂ നമുക്ക്. പിന്നെ ബാക്കി തുടയ്ക്കാണ്ടായിരുന്നൊക്കെ തുടച്ച് ക്ലീനാക്കി. അപ്പം മോക്ക് വിശക്കുന്നുണ്ട് തന്നെ, മോക്കുള്ള ഫുഡും കൊടുത്ത്, ഉള്ള കാര്യം നോക്കണമല്ലോ, മോക്ക് കഴിക്കാനും കൊടുത്ത് ബാക്കി പണികളിലേക്ക് കിടന്നു. പിന്നെ റാക്കിൽ പൊടിയൊക്കെ തട്ടി സാധനം കയറ്റാനുള്ളതൊക്കെ കയറ്റി വെച്ചു. അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. എന്തൊക്കെ റാക്കിലേക്ക് കയറ്റാണ്ടോ അതൊക്കെ കയറ്റി. നോക്കുമ്പോ മോള് ചാക്ക് കൂടെ കയറാ മറിയാ, ഇതൊക്കെ തന്നെ പണി. ഒക്കെ വന്നപ്പോ ഭയങ്കര സന്തോഷം, ഒരേ തന്നെ അല്ലേ. പിന്നെ അവിടെയൊക്കെ ഒന്ന് തട്ടി. നല്ല പൊടി, അപ്പൊ വേനൽക്കാലല്ലേ, അതുകൊണ്ട് എന്ത് തട്ടിയാലും അവിടെയൊക്കെ നല്ല പൊടിയായിരിക്കും. സാധനങ്ങളൊക്കെ ഒന്ന് അവിടേക്ക് കയറ്റി വെച്ച് പിന്നെ തവന്മാരോട് കുറച്ചേരം കളിച്ചിരുന്നു കേട്ടോ. പൂച്ചക്കുട്ടികളോട് കുറച്ചേരം കളിച്ചിരുന്നു. അയറ്റകളൊക്കെ കൂടെ നിൽക്കാൻ നല്ല രസാട്ടോ. ടൈം പോകണറിയില്ല. ഇവരിങ്ങനെ കളിച്ചോണ്ടേയിരിക്കും കേട്ടോ, എത്ര നേരം വേണമെങ്കിലും. അയറ്റയ്ക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അത് കണ്ടപ്പോ മോക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ മോളയറ്റുള്ള കൂടിയായി കുറേ നേരം. അവസാനം തെറ്റിപ്പോരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോഡ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ ഒതുക്കാണ്ടായിരുന്നു. കുറച്ച് ചാക്കും കാര്യങ്ങളൊക്കെ മാറ്റി, പഴയ സ്റ്റോക്ക് മാറ്റി പുതിയ സ്റ്റോക്ക് അടിയിലേക്ക് കയറ്റി അതൊക്കെ ഒതുക്കി വെക്കാണ്ടായിരുന്നു. മോളെ കാര്യം വിറ്റ അവിടെ കയറാ ഇങ്ങോട്ട് പറയാ, അവിടെ കയറാ ഇങ്ങോട്ട് പറയാ, കളിയാട്ടോ. എന്നെ സഹായിക്കാൻ എന്നോട് എല്ലാവരും ചോദിക്കേ, എന്തിനാ പെറ്റ് ഷോപ്പിൽ ജോലിക്ക് വേണം, വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെന്ന്. ഒരു ജോലിയും എല്ലാവർക്കും ഉണ്ടായിട്ടില്ല അല്ലേ. എല്ലാ പണിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട് അല്ലേ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. നമുക്ക് വേറൊരാളെ ആശ്രയിക്കാതെ നമ്മളെ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതല്ലേ. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും നമുക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റിയാൽ നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റും. അപ്പം അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരാം. ബൈ.